മൈ ഇൻസ്റ്റഗ്രാം ജേർണി പാർട്ട് 3. അങ്ങനെ 7-8 ഫോളോവേഴ്സ് ഉണ്ടായ എൻ്റെ പേജിൽ 1K 2K ഫോളോവേഴ്സൊക്കെ ആയി കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ പോലെ എൻ്റെ ഗോഷ്ടി കാണാനാണേലും എന്നെ സപ്പോർട്ട് ചെയ്ത് അൺഫോളോ ചെയ്യാതെ കൂടെ നിന്ന എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഈവൻ ദോ കൂടുതൽ പേരും നെഗറ്റീവാണ് പറഞ്ഞിരുന്നെങ്കിലും ഒരുപാട് സജഷൻസ് തന്ന് എൻ്റെ കൂടെ നിന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഇത് എന്തോന്ന് വീഡിയോസാണ് ഇടുന്നേ, ഈവൻ ഒരു ഫോട്ടോ ഇട്ടാൽ പോലും പറയും ഒരേ പോസ് കണ്ട് മടുത്തു എന്ന്. റീൽസ് ചെയ്യുമ്പോൾ ഒരേ ആക്ഷൻസ്, ഇങ്ങനെ നെഗറ്റീവ്സ് കേൾക്കാത്തതില്ല. അപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ മമ്മൂട്ടി മോഹൻലാലൊക്കെ പല ഫിലിംസിലും അഭിനയിക്കുമെങ്കിലും ലുക്ക് വൈസ് മേക്കപ്പ് കൊണ്ട് മാറ്റം തോന്നുമായിരിക്കും, പക്ഷേ അവരുടെ ആക്ഷൻസൊക്കെ സെയിം അല്ലേ എന്ന്. സത്യം പറയട്ടെ, വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ലാതെ വന്നു ചേർന്ന ഈ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് കിട്ടിയതെല്ലാം ബോണസായിട്ടേ ഞാൻ കാണുന്നുള്ളൂ കേട്ടോ. നെഗറ്റീവ് പറയുന്നവരൊന്നും എന്നെ തീരെ എഫക്റ്റ് ചെയ്യുന്നില്ല എന്നതാണ് സത്യം. അപ്പോൾ പറഞ്ഞ പോലെ എൻ്റെ വെൽവിഷേഴ്സായ ചില സ്റ്റുഡൻസ് ഉണ്ട്, പേര് പറയാതെ പോകില്ല. ആദിൽ, അജേഷ്, അർജുൻ, ഇസ, നിവേദിത, ആര്യ, ഇവരൊക്കെ എപ്പോഴും എനിക്ക് ടിപ്സ് പറഞ്ഞു തരും. ടീച്ചറെ ഒരു നല്ല ഫോൺ വാങ്ങുക, എന്നിട്ട് നല്ല നല്ല കോണ്ടൻസും വീഡിയോസൊക്കെ ഇടുക, യൂട്യൂബ് തുടങ്ങുക, ഞങ്ങൾ എഡിറ്റ് ചെയ്ത് തരാം എന്ന് വരെ പറഞ്ഞ എൻ്റെ സ്റ്റുഡൻസിനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. സത്യത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് നെഗറ്റീവായിട്ടല്ല തോന്നിയിരുന്നത്, നല്ല നല്ല വീഡിയോസ് ഇടണം എന്ന ഒരു ഭയങ്കര ഒരു തോന്നലായിരുന്നു. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു ഫോൺ വാങ്ങി നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു വീടും കിട്ടി. പിന്നെ എന്ത് വേണം? ബാക്കി എൻ്റെ ജേർണി നെക്സ്റ്റ് പാർട്ടിൽ പറയാവേ. സീ യു ബൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.